ആരെങ്കിലും കരയുന്നുണ്ടോ അവിടെ? ആ ബാക്കിൽ ആരോ കരയുന്ന പോലൊരു ശബ്ദം കേൾക്കുന്നല്ലോ. അത് മറ്റാർക്കോ വേണ്ടി കരയുന്ന ഒരാളാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടോ ഇപ്പം? അതായത് നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി കരയുന്ന, യാതൊരു കാര്യമില്ലാണ്ട് കരയുന്നവർ ഇല്ലേ? നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ ആരെങ്കിലും മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങളോട് ആരെങ്കിലും ചൂടായി എന്ന് പറഞ്ഞിട്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരയുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ടാവും. എന്ത് പ്രയോജനം അതുകൊണ്ട്? നിങ്ങൾക്ക് വല്ലോ വയ്യായിക വന്നിട്ടാണോ നിങ്ങൾ കരയുന്നേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടാണോ നിങ്ങൾ കരയുന്നേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇപ്പം ആരെങ്കിലും നമ്മളെ വേർപെട്ട് പോയിട്ടാണോ നിങ്ങൾ കരയുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു, ആരെങ്കിലും നഷ്ടപ്പെട്ടു, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായിക വന്നു, വേദന വന്നു, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് വല്ലവരും നിങ്ങളോട് മിണ്ടുന്നില്ല, വല്ലവരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവരെന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു പോയി, അതങ്ങനെയായി, ഇതിങ്ങനെയായി, ഇങ്ങനെ നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു വേദനിപ്പിക്കണം? നിങ്ങൾക്ക് കരയാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെയുണ്ട് അല്ലേ? ഈ പറയുന്നവർ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും നിങ്ങൾ കരഞ്ഞെന്ന് എഴുതിക്കൊണ്ട് വിഷമം ഉണ്ടാവുമോ? ഒരു സഹതാപം ഉണ്ടാവുമോ? ഇതൊന്നും ഉണ്ടാവത്തില്ല. അവരവരുടേതായ വഴിക്ക് അവരങ്ങോട്ട് പോയിക്കൊള്ളും. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരിതുമായിട്ട് വന്നാൽ തന്നെ അത് നിങ്ങൾ കരയുന്നത് കാണാൻ വരുന്നതാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണോ എന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ ഈ പുറമേ കാണുന്നത് പോലെ ആവണമെന്നില്ല. അതെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുകയും അരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചു നോക്കാനേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ല, ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അത് ചകഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരുടെ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അത് വേറെ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ തന്നെ സ്നേഹിക്കൂ, നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യൂ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പാലിച്ചു നോക്കാനേ. നിങ്ങൾക്ക് കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ ഇന്നങ്ങനെ ചെയ്യും, ഞാൻ നാളെ അങ്ങനെ ആയിരിക്കും, ഞാൻ ഇന്ന കാര്യം വാങ്ങിക്കും, ഞാൻ ഇന്ന ജോലി നേടിയിരിക്കും, അങ്ങനെ ഒരുപാട് എന്താ പറയുക വാക്കുകൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിലെത്ര എണ്ണം നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റാർക്ക് കൊടുക്കുന്ന വാക്കിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കുന്ന വാക്കാണ് പാലിക്കേണ്ടത്. എന്നെങ്കിലേ നിങ്ങൾക്കതിന് പുരോഗമനം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലക്ഷ്യം വേണം, ഒരു അംബീഷൻ വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയും വേണം. ആദ്യമൊക്കെ നമ്മളെ പുറകിൽ നിന്ന് ഒരുപാട് പേര് പിടിച്ച് വലിക്കുന്നുണ്ടാവും. നമ്മൾ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ പോലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നത്, അത് ഞാൻ ചെയ്യണോ? ചെയ്താൽ അത് വിജയിക്കുമായിരിക്കുമോ? ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ, എന്ത് ചെയ്യും ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി മാത്രമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ അതൊരു ഫ്ലോ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. ആ ഒരു ഒഴുക്കിൽ നിങ്ങൾ അങ്ങ് നീങ്ങി അങ്ങോട്ട് പൊയ്ക്കോളും. പക്ഷേങ്കിൽ ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. മറ്റാർക്കും അതിനകത്ത് ഒരു റോളും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാപ്തരായിരിക്കണം. എനിക്കത് നേടിയേ സാധിക്കൂ. ഞാൻ എന്നോട് ചെയ്ത കാര്യം, എന്നോട് വാഗ്ദാനം ചെയ്ത, എന്നോട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അതെനിക്ക് പാലിച്ചേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ ഞാൻ സ്നേഹിച്ചേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ എനിക്ക് നേരമില്ലെന്നേ, എനിക്ക് സാധ്യമല്ല. അതിന് ഞാൻ എനിക്ക് വേണ്ടി കുറച്ചൊന്ന് ജീവിക്കട്ടെ. അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഒരുപാട് പുരോഗമനം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയരുത്. നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, പല പ്രാവശ്യം നിങ്ങൾ അവരെ സമീപിച്ചിട്ടും വീണ്ടും അവരുടെ ഇടപെടലുകൾ അങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ,
ആ ഒരു ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. പിന്നെ അതിൻ്റെ പുറകെ പോയത് കൊണ്ട് ഒറ്റ പ്രയോജനവുമില്ല. നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയുമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ പേരൊക്കെ അങ്ങനെ ചേഞ്ചായി, അതുകൊണ്ട് ഒരുപാട് ചേഞ്ച് നമ്മുടെ ലൈഫിൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. പക്ഷേങ്കിൽ പലരും ഇപ്പോഴും പഴയപടി തന്നെയാണ്. പലരും പല രീതിയിലും പറയുമെന്നേ. അത് അവർക്ക് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചില ലക്ഷ്യങ്ങളും അവർക്ക് ചില ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ വ്യസനിക്കുകയും നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ അതിൽ ഇൻവോൾവ് ആണോ? എനിക്കതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കതിൽ എത്രമാത്രം പാർട്ടുണ്ട്? എൻ്റെ ലൈഫ് അതുമായിട്ട് എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു? ആ ഒരു സംഭവം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ തീരെ പറ്റുന്നില്ലേ? ഒട്ടും പറ്റാത്ത സാഹചര്യമാണോ? മരണം സംഭവിക്കുന്ന സാഹചര്യമാണോ? അതല്ലെങ്കിൽ കടം വന്ന് മൂടുന്ന സാഹചര്യമാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് മാത്രം കിടന്ന് മൂങ്ങുക. എന്ത് കേൾക്കുമ്പോഴും എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? അതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് മനസ്സിനെ കൊണ്ടുവരാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ ഒരു 100% ഒന്നും വേണ്ട, ഒരു 85% തൊട്ട് 90% മാക്സിമം നോക്കുക. 85%, 80% ആയാലും പാസ് മാർക്ക് കൊടുക്കാം. ഇതൊന്നുമില്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേട്ട് അവർക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ ചെന്നാൽ അവരെന്ത് ചിന്തിക്കുമായിരിക്കും? അവർക്ക് അല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം, ഒരാളുടെ കാര്യം പറഞ്ഞു, പക്ഷേ ആ ഒരു സാഹചര്യമായപ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. നമുക്കത് പൂർണ്ണമായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ ആ ഒരു സമയത്ത് വന്നു. പക്ഷേങ്കിൽ എനിക്കത് ചെയ്യാണ്ടിരിക്കാനും പറ്റുന്നില്ല. കാരണം ഞാനത് പറഞ്ഞു പോയില്ലേ, ഇനി അവരെന്ത് വിചാരിക്കും? അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്ത് നഷ്ടം വരും? അല്ലെങ്കിൽ എനിക്ക് അതിലും വലുതായിട്ടുള്ള എന്ത് കാര്യമാണ് വേറെ ഉള്ളത്? അതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അവർക്ക് വേണ്ടിയിട്ട്, ആ ഒരു പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതല്ല വേണ്ടത്. കാരണം അത് അത്രയ്ക്ക് വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനായിട്ട് നോക്കുക. പക്ഷേ നിസ്സാര കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും പോകുന്ന കാര്യമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നടത്താം. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നതാണ്. അതായത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോളാണ് കേട്ടത്, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് അവരിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ വലിയ കാര്യം മാറ്റി വെച്ചിട്ട് ഈ ചികിള കേസിന് നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ പോകുന്നു. അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുക, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമുക്ക് തന്നെ കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക. മനസ്സിലായോ? അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂട്ടിക്കോ. പക്ഷേങ്കിൽ ഈ നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് അവരുടെ കാര്യത്തിന് മുൻഗണന കൊടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവർ ആ വഴി അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ വഴി നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളിരുന്ന സ്ഥലം പോലും നമുക്ക് ഉണ്ടായി എന്ന് വരത്തില്ല. സത്യമാണിത്. അതുകൊണ്ട് കരച്ചിൽ നിർത്തിക്കോ, മോങ്ങൽ നിർത്തിക്കോ. അവരവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ, നിങ്ങൾ ആ വഴിക്ക് പോവുകയേ വേണ്ട. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളുടെ അംബീഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.